ഡിയർ സ്റ്റുഡൻസ്, ഇന്നലെ നമ്മൾ സാധാരണ പഞ്ചസാരയും നോർമൽ ഷുഗറും DNA-യുള്ള പഞ്ചസാരയും തമ്മിലുള്ള വ്യത്യാസമായിരുന്നു അവസാനമായി പറഞ്ഞിരുന്നത്. നമുക്ക് ഇന്നത്തെ പാഠഭാഗത്തേക്ക് പോകാം. ഹൗ ഡിഡ് DNA ഫിറ്റ് ഇൻ ടു ക്രോമസോംസ്? DNA ക്രോമസോമുകളിൽ ഒതുങ്ങുന്നത് എങ്ങനെ? DNA ക്രോമസോമുകളിൽ ഒതുങ്ങുന്നത് എങ്ങനെ? Basic building block of DNA is chromosome. ന്യൂക്ലിയോൺസ് നമ്മുടെ ഹിസ്റ്റോണുകളാണ് DNA-യുടെ ബിൽഡിംഗ് ബ്ലോക്ക്. ഈ ഹിസ്റ്റോണുകൾ 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ചു ചേർന്ന് ഹിസ്റ്റോൺ ഒപ്റ്റാമർ ഉണ്ടാവും. 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ചു ചേർന്ന്, ഹിസ്റ്റോണുകൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനുകളാണ്. ഈ പ്രോട്ടീനുകളായ ഹിസ്റ്റോണുകൾ 8 എണ്ണം കൂടി ചേർന്ന് ഹിസ്റ്റോൺ ഒപ്റ്റാമർ ഉണ്ടാവും. 8 ഹിസ്റ്റോൺസ് ആർ കമ്പൈൻഡ് ടു ഫോം ഹിസ്റ്റോൺ ഒപ്റ്റാമർ. ഈ ഹിസ്റ്റോൺ ഒപ്റ്റാമറിനെ DNA-യുടെ ഇഴകൾ വലയം ചെയ്യും. അങ്ങനെയാണ് ഹിസ്റ്റോൺ ഒപ്റ്റാമർ ഉണ്ടായാൽ ഹിസ്റ്റോൺ ഒപ്റ്റാമറിനെ DNA-യുടെ ഇഴകൾ വലയം ചെയ്യും. ഇങ്ങനെയാണ് DNA ക്രോമസോമിൽ ഒതുങ്ങുന്നത്. Histones are the basic building block of DNA. Histones, we have already known that histones are proteins. 8 histones combine together to form histone octamer. When histone octamer is formed, DNA strands, this histone octamer is surrounded by DNA strands. Thus, histone octamer and the DNA combine to form in the nucleus a word histone nucleons. This form is called histone nucleus. അങ്ങനെ ഹിസ്റ്റോൺ ന്യൂക്ലിയോസോം രൂപപ്പെടുമ്പോൾ DNA-യിൽ ഹിസ്റ്റോണുകൾ ഒതുങ്ങുന്നു. ഇങ്ങനെയാണ് ഹിസ്റ്റോണുകൾ DNA-യിൽ ഒതുങ്ങുന്നത്. ഇപ്പോൾ ഹിസ്റ്റോണുകൾ പ്രോട്ടീനുകളാണ്. 8 ഹിസ്റ്റോണുകൾ കൂടിച്ചേർന്ന് ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാവും. DNA-യുടെ ഇഴകൾ ഹിസ്റ്റോൺ ഒക്ടാമറിനെ പൊതിയും. ഈ പൊതിഞ്ഞ് കിട്ടുന്ന രൂപത്തിന് ന്യൂക്ലിയോസോം എന്ന് പറയും. ന്യൂക്ലിയോസോമുകൾ ഉണ്ടാകുന്നതോടുകൂടിയാണ് DNA-യിൽ DNA നമ്മുടെ ക്രോമസോമിൽ ഒതുക്കപ്പെടുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി നമുക്കറിയേണ്ടത് ഹൗ ഈസ് ക്രോമസോംസ് ഫോംഡ്? എങ്ങനെയാണ് ക്രോമസോംസ് ഉണ്ടാകുന്നത്? നമ്മൾ ന്യൂക്ലിയോസോമുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ന്യൂക്ലിയോസോമുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ക്രോമസോം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ക്രോമസോം ഉണ്ടാകുന്നത്? ന്യൂക്ലിയോസോമുകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒക്ടാമസിനെ ഇഴകൾ, DNA-യുടെ ഇഴകൾ പൊതിയുമ്പോഴാണ് ന്യൂക്ലിയോസോം ഉണ്ടാകുന്നത്. ഇങ്ങനെ ന്യൂക്ലിയോസോമുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ്. ക്രോമസോംസ് ആർ ഫോംഡ് ബൈ കമ്പൈനിങ് ന്യൂക്ലിയോസോംസ്. ഓക്കെ, ഇനി നമ്മൾ ഹ്യൂമൻ ക്രോമസോമിനെ കുറിച്ച്. ഹ്യൂമന്റെ ക്രോമസോം നമ്പർ നിങ്ങൾക്കറിയാം. വാട്ട് ഈസ് ക്രോമസോം നമ്പർ ഓഫ് ഹ്യൂമൻ? മനുഷ്യന്റെ ക്രോമസോം നമ്പർ 46 ആണ്. ഈ 46 എന്ന് പറയുന്നത് ക്രോമസോമുകൾ എപ്പോഴും ജോഡികളായിട്ടാണ് സ്ഥിതി ചെയ്യുക. അതിൻ്റെ കാരണം നിങ്ങൾ അറിയാം. ഒന്ന് അമ്മയിൽ നിന്നും ഒന്ന് അച്ഛനിൽ നിന്നും കിട്ടുന്നതാണ്. അതുകൊണ്ട് ക്രോമസോമുകൾ എപ്പോഴും ജോഡികളായിട്ട് സെറ്റായിട്ട് മാത്രമേ സ്ഥിതി ചെയ്യൂ. ഈ സെറ്റുകൾ ഇപ്പോൾ 46 ക്രോമസോം സംഖ്യ എന്ന് പറഞ്ഞാൽ 23 സെറ്റുകളുണ്ട്. ഈ 23 സെറ്റുകളിൽ 22 എണ്ണം സ്വരൂപ ക്രോമസോമുകളാണ്. ഒരു ജോഡി സെക്സ് ക്രോമസോമാണ്. ഇങ്ങനെ ആകെ ക്രോമസോം നമ്പർ 46. അത് 23 സെറ്റായിട്ടാണ് ഉണ്ടാവുക. 22 സെറ്റ് സ്വരൂപ ക്രോമസോമുകളാണ്. ഒരു സെറ്റ് സെക്സ് ക്രോമസോമാണ്. ഇതാണ് ക്രോമസോമുകളെ കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യം. ഹ്യൂമൻ ക്രോമസോമുകളെ കുറിച്ച് അറിയേണ്ടത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരേ ക്രോമസോം നമ്പർ ഉള്ളത് എല്ലാം ഒരേ ജീവികളാകണമെന്ന് നിർബന്ധമില്ല.
എന്നാൽ 46 ഉള്ളത് മനുഷ്യരാണ്. എന്നാൽ പലതിനും ഒരേ ക്രോമസോം ഇത് നമ്മുടെ കോഴിക്കും പന്നിക്കും സെയിം ക്രോമസോം നമ്പറാണ്. അപ്പോൾ ഒരേ ക്രോമസോമിലുള്ളത് ഒന്നാകണം എന്ന് നിർബന്ധമില്ല. ആ ക്രോമസോമിൻ്റെ അകത്തുള്ള മറ്റ് ഘടകങ്ങൾക്ക് വ്യത്യാസമുണ്ടായാൽ ജീവികൾ മാറും. അപ്പോൾ നമ്പർ ഒന്നുകൂടി ഓർക്കണം മക്കളെ. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് ഇൻ ഹ്യൂമൻ ഈസ് 46. 23 sets. 22 out of these 23 sets are homologous chromosome and 1 is sex chromosomes. മക്കളെ, ആദ്യത്തെ നോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് എഴുതുന്ന നോട്ടായതുകൊണ്ട് ഒന്ന് പുതിയതായിട്ട് എഴുതണം. ഇപ്പം നമ്മൾ 15 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. ആ 15ൻ്റെ നോട്ടിൽ നിന്ന് ഞാൻ വിട്ടുതരാം. നോട്ട് എഴുതുകയും 2 പ്രാവശ്യം വായിച്ച് നോക്കുകയും വേണം. വൃത്തിയായ നോട്ട് സാറ്റർഡേ ക്ലാസ്സിൽ എന്നെ കാണിക്കണം. ഓക്കെ. വെള്ളിയാഴ്ചത്തെ ചിലപ്പം നാളെ നമുക്ക് ബയോളജിയുടെ ക്ലാസ് ഉണ്ട്. വെള്ളിയാഴ്ച മുസ്ലിം കുട്ടി ക്ലാസ് ഇല്ലാത്തതല്ലേ, രാവിലെ നമുക്ക് ക്ലാസ് വെക്കാൻ പറ്റുമെന്ന് എല്ലാവരോടും ചോദിച്ചിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.